ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ല ബീഫിനെ വരെ വെല്ലുന്ന രീതിയിൽ ഈ സോയാബീൻ നമുക്ക് എങ്ങനെ റോസ്റ്റ് ആക്കി എടുക്കാമെന്ന് നോക്കിയാലോ. നല്ല കപ്പ പുഴുങ്ങിയതിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇന്നലെ ഞാൻ വൈകിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന സോയാബീന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുക. ഇനി അതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് പൊടി ഐറ്റംസ് ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മീറ്റ് മസാല, പിന്നെ അത്യാവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു കുറച്ച് നേരം ഞാൻ വെയിറ്റിങ്ങിന് വെക്കുക. ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറോളം ഞാനിത് വെയിറ്റിങ്ങിന് വെക്കുന്നുണ്ട്. ശേഷം നമ്മൾ നല്ലൊരു പാൻ വെച്ചിട്ട് അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോയാബീൻ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് ഒത്തിരി ഹൈ ഫ്ലെയിമിലിടരുത്, ലോ ഫ്ലെയിമിലും ആവരുത്, മീഡിയം ലെവലിൽ നന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുക. അതേസമയം നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. പിന്നെ അതിനകത്തേക്ക് ഞാനൊരു 2 സവോള, അതുപോലെ തന്നെ കുറച്ച് തക്കാളിക്ക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ കരിയാപ്പല, ഇത് ഇത്രയും ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ബീഫ് കറിക്കൊക്കെ വെക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്കിനുമാണ് നമ്മളിതിലേക്ക് കുറച്ച് പൗഡറുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂട്ടത്തിലും അതുപോലെ തന്നെ ഈ കുത്തിരിച്ചോറിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഇതായിരുന്നു മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്. അപ്പോൾ ഇനി നമ്മൾ ഇതിനാവശ്യത്തിനായിട്ടുള്ള മസാലക്കൂട്ടുകൾ എടുക്കണം. ഞാൻ കുറച്ച് മുളക് പൊടി, ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചത്, അതുപോലെ തന്നെ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക, ഈ വഴന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഈ ഗ്രേവിക്കകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, മൂപ്പിച്ചെടുക്കണമെന്ന്. മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ സവോളയും അതുപോലെ തന്നെ ഈ പൊടികളും കൂടെ മിക്സ് ആക്കിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പും കൂടെ നോക്കിയിട്ട് ഉപ്പ് ചേർക്കുന്നെങ്കിൽ ചേർക്കുക. ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം പാകമായതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ സോയാബീൻ എന്ത് ചെയ്യുക, അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇറക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഒന്നും കൂടെ ചൂടാക്കിയിട്ട് എടുക്കുക. നല്ല അടിപൊളി ഐറ്റമാണ്. കപ്പയുടെയൊക്കെ കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.